ഇപ്പം നിങ്ങൾ നോക്ക്, നമ്മുടെ രാജ്യത്ത് വലിയൊരു വിവാദം കത്തി നിൽക്കുന്നുണ്ട്. ഏതാണത്? വഖഫ്. എന്താണ് വഖഫ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രഹ്മസം ദേവസം എന്നൊക്കെ പറഞ്ഞതുപോലെ ദേവന് വേണ്ടി, ദൈവങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് ദേവസം. അതുപോലെയാണ് മുസ്ലിങ്ങൾ അവരുടെ സ്വത്ത് ഈ നാട്ടിലെ മുസ്ലിം പള്ളികൾക്ക്, ആരാധനാലയങ്ങൾക്ക് സമർപ്പിക്കാൻ, അവിടുത്തെ ചെലവിനും കാര്യത്തിനും മറ്റ് നടപടികൾക്കും വേണ്ടി. അതാണ് വഖഫ് സ്വത്ത്. ആ വഖഫ് സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ വഖഫ് ബോർഡ് ഉണ്ടാവും. അത് കാലത്തിനനുസരിച്ച്, അതായത് തെരഞ്ഞെടുപ്പ് കാലത്തല്ല അത് വരിക. ഇപ്പോ പിണറായിയുടെ കാലത്ത് വന്ന നമ്മുടെ CH ഹംസ, അദ്ദേഹം ചെയർമാനായിക്കൊണ്ടുള്ള മുക്കം ഉമർ ഫൈസി അടക്കമുള്ള ആളുകളുള്ള, കുഞ്ഞാമൂട്ടി മാഷ് അടക്കമുള്ള ആ വഖഫ് ബോർഡ് നിലവിൽ വന്നത് ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരിയിൽ അത് നിലവിൽ വന്നാൽ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടായാൽ ആ വഖഫ് ബോർഡ് മാറില്ല. 2006 ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അന്ന് വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആരാണ്? മഹാനായ പാണക്കാട് ഉമർ അലി തങ്ങൾ. 3 കൊല്ലം, അതിന്റെ കാലാവധിയായ 3 കൊല്ലത്തിനിടയിൽ അതിനെ പിരിച്ചുവിടാനുള്ള ഒരു ശ്രമവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടില്ല. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിന്റെ വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആരാണ്? ബഹുമാന്യനായ പാണക്കാട് റഷീദ് അലി തങ്ങൾ. ജീവിച്ചിരിപ്പുണ്ടല്ലോ. അതിൽ PV അബ്ദുൽ വഹാബ് അംഗമായിരുന്നല്ലോ, മാഹിൻ നാജി അംഗമായിരുന്നല്ലോ. അങ്ങനെയാണല്ലോ കുറ്റിക്കാട്ടൂരിലെ 2.5 ഏക്കർ ഭൂമി മൂപ്പർ അടിച്ചു മാറ്റിയത്, വഖഫിന്റെ സ്വത്ത്. മാഹിനാജി കോടികൾ വിലയില്ലേ, അവരംഗമായിരുന്നല്ലോ. ഞങ്ങൾ ആ വഖഫ് ബോർഡിനെ പിരിച്ചുവിടാൻ ശ്രമിച്ചില്ല. ഇപ്പോ എന്താ പ്രശ്നം? വഖഫ് ബോർഡിനെതിരെ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഒരു പരാതി വന്നു. ആരാ പരാതി കൊടുത്തിട്ടുള്ളത്? ഷോൺ ജോർജ്. ആരാ ഈ ഷോൺ ജോർജ്? കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദി PC ജോർജ്. ആ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആരാ? BJPയുടെ വൈസ് പ്രസിഡന്റ്. ആ BJPയുടെ വൈസ് പ്രസിഡന്റായ ഷോൺ ജോർജ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണം. എന്താ അതിന് അദ്ദേഹം കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്? നരേന്ദ്രമോദി സർക്കാർ വഖഫിന്റെ കാര്യത്തിൽ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, നിയമമാറ്റം. വഖഫ് നിയമത്തിലെ 14-ാം വകുപ്പ് പ്രകാരം വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ അംഗമാക്കി വെക്കണം. അങ്ങനെ ഒരു തീരുമാനം BJP ഗവൺമെന്റ്, സംഘി ഗവൺമെന്റ് എടുത്തപ്പോ ഇന്ത്യയിലെ സകല മതേതര പാർട്ടികളും അതിനെ എതിർത്തു. ഇടതുപക്ഷവും CPM-ഉം മാത്രമല്ല, കോൺഗ്രസ് എതിർത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കോൺഗ്രസെ, ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് AICCയുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഈ വഖഫിലെ 2 അമുസ്ലിങ്ങളെ വെക്കണമെന്ന് പറയുന്ന നിയമത്തിനെതിരെ ഉജ്ജ്വലമായി പ്രസംഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രസംഗിച്ചെന്ന് തന്നെ പറയും. അങ്ങനെ പ്രസംഗിച്ച കാര്യം, ഈ നിയമം വന്നപ്പോ കേരള ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസാക്കി. LDF-ഉം UDF-ഉം ഒരുമിച്ച് ചേർന്ന് ഈ 14-ാം വകുപ്പ് പ്രകാരം വഖഫിൽ 2 അമുസ്ലിങ്ങളെ ചേർക്കുന്നത് മതേതരത്വത്തിനെതിരാണ്, ഭരണഘടനക്കെതിരാണ്. പ്രമേയം പാസാക്കി കേന്ദ്ര ഗവൺമെന്റിന് അയച്ചു. കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കേസിന് പോയി. ഈ നിയമം ഞങ്ങൾ അംഗീകരിക്കില്ല, അത് തിരുത്തണം. കേരളത്തിന്റെ വഖഫ് ബോർഡ് ആ കേസിൽ കക്ഷി ചേർന്നു. മുസ്ലിം ലീഗ് നിങ്ങളും കക്ഷി ചേർന്നു. കേരളത്തിലെ 3-4 മുസ്ലിം സംഘടനകൾ അതിൽ കക്ഷി ചേർന്നു. കഴിഞ്ഞില്ല. തമിഴ്നാടിന്റെ വഖഫ് ബോർഡ് ആരാ ചെയർമാൻ? രാമനാഥപുരത്ത് നിന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഖനീഖാൻ, മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് മെമ്പർ, അയാളാ ചെയർമാൻ. അയാളടക്കം സുപ്രീം കോടതിയിൽ കേസിന് പോയി. കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ നാട് നല്ല കരുതലോടെ ഇരിക്കണം. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് ഉത്തരവാദിത്തപ്പെട്ടത് സംസാരിക്കേണ്ട VD സതീശൻ ഇന്നലെ പത്രക്കാരുടെ മുമ്പിൽ പച്ച നുണ പറഞ്ഞു. എന്താണ് പറഞ്ഞിട്ടുള്ളത്? സുപ്രീം കോടതിക്ക് മുമ്പിലുള്ള ഈ നിയമത്തിനെതിരെയുള്ള എല്ലാ കേസും സുപ്രീം കോടതി തള്ളിയിട്ടുണ്ട് എന്നാ അയാൾ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സതീശ, സുപ്രീം കോടതി ഡയറി നമ്പർ കേട്ടോ 1826/2025 കേസ് നമ്പർ WPC 00-276/2025. ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോ സുപ്രീം കോടതി പെൻഡിങ്ങിൽ വെച്ചു, മാറ്റിവെച്ചു. അതിൽ തീരുമാനമെടുത്തില്ല. അതിൽ തീരുമാനമെടുക്കാതെ അടുത്ത സിറ്റിംഗ് വെച്ചിട്ടുള്ളത് 15/8/2026 അല്ല 14/8/2026 ആഗസ്റ്റ് 14-ാം തീയതിയിലേക്ക് ഇതിന്റെ സിറ്റിംഗ് മാറ്റിവെച്ചു. ഇതിന്റെ വിചാരണ നടക്കാൻ പോവാണ്.
രണ്ട്, അഹിന്ദുക്കളെ വെക്കണോ വെക്കണ്ടേ? നമ്മൾ വഖഫ് ബോർഡ് ഉണ്ടാക്കുമ്പോൾ 2 സീറ്റ് ഒഴിച്ചിട്ടു. എന്താ ഒഴിച്ചിട്ടുള്ള കാരണം? നിയമപ്രകാരം 2 അഹിന്ദുക്കളെ വെക്കണം. പക്ഷെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു കേസ് നടക്കുന്നുണ്ട്, ആ വ്യവഹാരത്തിന് ഒരു വ്യവസ്ഥിതിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ കേസിനൊരു തീരുമാനമായിട്ടില്ല. തീരുമാനമായിട്ടേ ഈ ആളുകളെ വെക്കാൻ കഴിയുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞു. എന്നാൽ ഇന്നലെ ഈ മുഖ്യമന്ത്രി പറഞ്ഞെന്താണ്? ആ കേസ് തള്ളിപ്പോയി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 2 ഹിന്ദുക്കളെ അമുസ്ലിങ്ങളെ വെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന പച്ച നുണ ഇയാൾ പറഞ്ഞു. ഈ നാട്ടിലെ മുസ്ലിങ്ങൾ മനസ്സിലാക്കിക്കോ, പച്ച നുണ. മീഡിയ വൺ ജമാഅത്ത് ഇസ്ലാമിന്റെ ചാനലടക്കം ഇന്നലെ അത് പൊളിച്ചിട്ടുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ വാദത്തെ. അവർക്ക് ഇപ്പം കുറച്ചു നേരം വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ? ഞാൻ പറയുന്നത് ഒറ്റ ചോദ്യമേ ഉള്ളൂ ലീഗിനോടും കോൺഗ്രസിനോടും. 2 അമുസ്ലിങ്ങളെ വെക്കാമെന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ ഷോൺ ജോർജ് കേസിന് പോവോ? അഹിന്ദുക്കളെ അമുസ്ലിങ്ങളെ വെക്കുമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇയാൾ കേസിന് പോവോ? ആ കേസ് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ വിചാരണ നടക്കും. ആ വിചാരണ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ നടക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മതന്യൂനപക്ഷങ്ങളെ, മുസ്ലിങ്ങളെ ശ്രദ്ധിച്ചോ. കേരളത്തിന്റെ ജാംജു ബാബു എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്. അയാൾ ആരാന്നറിയോ? ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറായപ്പോ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ RSSകാരെ തിരികെ കയറ്റാൻ ശ്രമിച്ചപ്പോ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിയമോപദേശകനായിരുന്നു അഡ്വക്കേറ്റ് ജാംജു ബാബു. അയാളുടെ നിയമനം വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പിന്നെ വരാം. ആ ജാംജു ബാബു ഗവൺമെന്റിന് വേണ്ടി നിയമസഭയിൽ പറഞ്ഞത് എന്താ അറിയോ? കോടതി ചോദിച്ചു, ഒരു കേസ് നടക്കാനല്ലോ കേരള സംസ്ഥാന വഖഫ് ബോർഡിന്, നിങ്ങളുടെ നിലപാട് എന്താണ്? എന്താ അയാൾ പറഞ്ഞത്? ഞാൻ ഷോൺ ജോർജിന്റെ വാദത്തെ അംഗീകരിക്കുന്നു. അതായത് വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ വെക്കണം എന്ന ഷോൺ ജോർജിന്റെ വാദത്തെ അംഗീകരിക്കുന്നു. ആരാ പറയുന്നത്? സംസ്ഥാന സർക്കാരിന്റെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ബോധിപ്പിക്കുന്നു. സുപ്രീം കോടതിയിൽ ഇവർ ബോധിപ്പിച്ചു. ഏതെങ്കിലും ലീഗർക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവർ പറഞ്ഞാൽ വിശ്വസിക്കൂല. എനിക്കറിയാം, ഇന്നലൊക്കെ അത് പോസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ അനുഭവം. സുപ്രീം കോടതിയിൽ നടക്കുന്ന വാദം ഓപ്പൺ കോർട്ടിലാണ്. അതിന്റെ വീഡിയോ ഉണ്ട്. വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഈ പ്രസംഗത്തിന്റെ കൂടെ ഞാനിത് മുസ്തഫന്റെ കൊടുക്കും, വരുമ്പോൾ അതിൽ കാണാം. അതിൽ കൃത്യമായി കാണാം. സുപ്രീം കോടതിയിൽ ഈ ഗവൺമെന്റിന്റെ വക്കീല് പറയാണ്, ഞങ്ങൾ 2 അമുസ്ലിങ്ങളെ വെക്കാൻ തയ്യാറാണ്. ഇന്നലെ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ വക്കീല് പറയാണ്, എന്താ പറഞ്ഞത്? ഞങ്ങൾ 2 അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ വെക്കാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, കരുതിയിരുന്നോ? കേരളത്തിന്റെ വഖഫ് ബോർഡിനെ പോലും RSSന് പണയം വെക്കുന്ന ഒരു സംഘി സതീശനാണ് ഈ കേരളം ഭരിക്കുന്നത്. നല്ല ബോധ്യം ഈ നാട്ടിനുണ്ടാവണം. ഒന്ന് പിറകിലേക്ക് നടക്കിങ്ങൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വഖഫ് ബോർഡിന്റെ കാര്യത്തിൽ അത് നിങ്ങൾ പറയും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വഖഫ് ബോർഡിൽ ഏറ്റവും താഴെയുള്ള ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ, ആ ജീവനക്കാരെ നിയമിക്കുന്നത് PSCക്ക് വിടാനുള്ള ഒരു തീരുമാനം ഇടതുപക്ഷ മുന്നണി എടുത്തു. PSCക്ക് വിടുക എന്ന് പറഞ്ഞാൽ അത് അമുസ്ലിങ്ങൾക്ക് കൊടുക്കാന്നല്ല. ഗവൺമെന്റ് പറഞ്ഞു വേണമെങ്കിൽ അതിൽ ഒരു കാര്യം കൂടി ചേർത്താ അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്യാം. ഏത്? ഈ ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ പ്യൂണ്, അറ്റൻഡർ, LD ക്ലർക്ക്, ആ പോസ്റ്റിലേക്ക് PSC മുഖാന്തരം നിയമിക്കാം. മറ്റേതുപോലെ കൈക്കൂലി വാങ്ങിയിട്ടാണ് വെക്കുന്നത്, അതുപോലെ ആളുകളെ വെക്കുന്നത്. അതൊരു PSC മുഖാന്തരം ആയിക്കോട്ടെ എന്നുള്ള നിലക്ക്. അപ്പോഴേക്കും ലീഗ് ഇളകിയില്ലേ? ലീഗ് ഇളകിയിട്ട് പറഞ്ഞു അത് വെക്കാൻ പറ്റൂല. ദാ നോക്ക്, ഈ ഉദ്യോഗസ്ഥ തസ്തികയിലേക്ക് ഹിന്ദുക്കളെ കയറ്റാണ്. ആര്? വിജയൻ. അപ്പോഴാ വിജയം വരിക. അപ്പോഴാണ് ഫാത്തിമ തൗലിയ, അറിയില്ലേ? പച്ചപ്പൊള്ളു പറഞ്ഞ് കൗമ് പറഞ്ഞ് ജയിച്ചു കയറിയ ഫാത്തിമ തൗലിയ. എന്തേനോളെ പ്രസംഗം? ആരായിരുന്നു ഫാത്തിമ തൗലിയ എന്ന് നിങ്ങൾക്കറിയാലോ. PK നവാസും കൂട്ടരും ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് ചാനലിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞതാണ് ഫാത്തിമ തൗലിയ. ഫാത്തിമ തൗലിയ ഇനി പുറത്ത് പലതും പറഞ്ഞാൽ ഞാൻ വേറെ പലതും പുറത്തു വിടുന്നു പറഞ്ഞാണ് PK നവാസ്. ലീഗ് പ്രശ്നം തീർത്ത എങ്ങനെ? 2 സീറ്റ് കൊടുത്തു. പിന്നെ പ്രശ്നമല്ലല്ലോ, 2 സീറ്റ് കൊടുത്തു. ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ഇത്ര നീട്ടുള്ള നാവ് കൊണ്ട് ഫാത്തിമ തൗലിയ എന്ന് പ്രസംഗിച്ചെന്താ അറിയോ? ഡോ വിജയ, ഈ വഖഫിൽ തൊടാൻ നീ ആരാണ്? ഇത് ഞങ്ങളുടേതാണ്, മുസ്ലിങ്ങളുടേത്. അള്ളാഹുവിന്റെ കാര്യമാണ്. ഞങ്ങൾക്ക് പോലെ അതിൽ തൊടാൻ പറ്റൂല. അള്ളാഹുവിന്റെ ഭൂമിയിൽ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക്. പിന്നെ വിജയൻ എന്ന് പറയുന്നത് നീ എങ്ങനെ അതിൽ തൊടുക? അതിൽ തൊട്ടാ ഞങ്ങൾ കാണിച്ചു തരാം. എന്തായിരുന്നു വർഗീയ വിഷം ചീറ്റി തുപ്പിയിരുന്നത്? കോഴിക്കോട് കടപ്പുറത്ത് വലിയ വഖഫ് സംരക്ഷണ റാലി നടത്തി ലീഗ്. അന്നാണ് അബ്ദുറഹിമാൻ കല്ലായിന്റെ കുപ്രസിദ്ധമായ പ്രസംഗം. എന്തായിരുന്നു ആ പ്രസംഗം? നമ്മുടെ മന്ത്രി റിയാസ് വീണയെ കല്യാണം കഴിച്ചു, പിണറായി വിജയന്റെ മകളെ കല്യാണം കഴിച്ചു. അപ്പൊ പറഞ്ഞു അത് വ്യഭിചാരാണ്, നീ കാഫറാണ്.
ആരാ പ്രഖ്യാപിക്കുന്ന? ഈ അബ്ദുറഹ്മാൻ കല്ലായി. അത് പ്രഖ്യാപിക്കാൻ ഇയാളാരാ? കാഫർ എന്ന് പ്രഖ്യാപിക്കാൻ ഇയാളാരാ? ഇയാൾക്ക് എന്താ അധികാരം കാഫർ എന്ന് പ്രഖ്യാപിക്കാൻ? അയാളെ പറഞ്ഞത് ഹിന്ദുവായ വീണയെ റിയാസ് കല്യാണം കഴിച്ചുകൊണ്ട് അത് വ്യഭിചാരാൻ. അന്ന് ഞങ്ങൾ ചോദിച്ച ചോദ്യം ആവർത്തിക്കുക. ബീവി അബ്ദുള്ള കോയന്റെ മകൻ ഒരു അമുസ്ലിം സ്ത്രീയെ കല്യാണം കഴിച്ചാൽ അത് വ്യഭിചാരാണോ? ഈ അഹമ്മദിന്റെ മകൻ ഒരു അമുസ്ലിം സ്ത്രീയെ കല്യാണം കഴിച്ചാൽ അത് വ്യഭിചാരാണോ? ആണെങ്കിൽ ഇതും വ്യഭിചാരത്തെ കൂട്ടിക്കോങ്ങള്. അങ്ങനെ കല്യാണം കഴിച്ചവരാണല്ലോ അവര്. ഞാൻ ഇപ്പൊ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. അന്ന് ഞങ്ങളെ കാഫറാക്കിയവർ, അന്ന് ഞങ്ങളെ എതിരിൽ വ്യഭിചാരം പറഞ്ഞവർ, അന്ന് 1000 പള്ളികളുടെ ഇമാമിന്റെ പ്രസ്താവന, 1000 പള്ളികളുടെ ഇമാം ഇന്നലത്തെ കേട്ടില്ലേ? വഖഫ് കേൾക്കണം, പള്ളികളിൽ പറയാൻ പറയണം. 1000 പള്ളികളുടെ ഇമാം അടക്കം പറഞ്ഞു. ഇവിടെയുള്ള ചില പൊക്കൂട്ടന്മാർ പറഞ്ഞു. എന്താ പറഞ്ഞു? വെള്ളിയാഴ്ച ദിവസം പള്ളികളിൽ ഈ PSC നിയമനത്തിനെതിരെ പ്രസ്താവന നടത്തണം. മഹാനായ ജിഫ്രി തങ്ങൾ, ഇന്ന് സമസ്തയുടെ പ്രിയപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാർ മരിച്ചു നിൽക്കുന്ന ഒരു ദിവസം, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പതാക വാങ്ങി കാസർഗോഡ് സമ്മേളനം നടത്തുന്നതിന് നേതൃത്വം നൽകിയ ജിഫ്രി തങ്ങൾ, അയാൾക്ക് നട്ടലുണ്ട് ആ മനുഷ്യന്. ഞാൻ അദ്ദേഹത്തിന് എനിക്ക് വലിയ ബഹുമാന. അയാൾ പറഞ്ഞു പറ്റില്ല, പള്ളിയിൽ പറയാൻ പറ്റൂല, പള്ളി നിങ്ങളുടെ രാഷ്ട്രീയം പറയാനുള്ളതല്ല. പച്ചത്തെറി. ഈ ജിഫ്രി തങ്ങളുടെ മാതാപിതാക്കളെ അടക്കം നവമാധ്യമത്തിൽ തെറി വിളിച്ചത് മുസ്ലിം ലീഗ. എവിടെ നിങ്ങൾ അവിടെ ഉണ്ട്? നിങ്ങൾ അവിടെ ഉണ്ട്. അന്ന് അള്ളാന്റെ ഭൂമി, അള്ളാന്റെ സ്വത്ത്, നിങ്ങളെ തൊടാൻ ആരാന്ന് ചോദിച്ചവർക്ക് ഇപ്പൊ വഖഫ് ഭൂമിയെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇല്ലേ? ഫാത്തിമ തൈലിയ എന്തായിരുന്നു അവളൊക്കെ പ്രസംഗം? അവളെ പ്രസംഗം കേട്ടില്ല നിങ്ങൾ? ഈ നിയമസഭയിൽ ഈ അടുത്ത് അവള് പ്രസംഗിച്ചത്. അവളെ പ്രസംഗിക്കുക കേരളത്തിന്റെ നിയമസഭയിൽ. ഓഗി ദുരന്തമുണ്ടായപ്പോൾ മനുഷ്യരെ തിരിഞ്ഞു നോക്കാത്തൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിന്. പ്രളയമുണ്ടായപ്പോ, മഹാമാരി ഉണ്ടായപ്പോ തിരിഞ്ഞു നോക്കാത്തൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിന്. ഫാത്തിമ തൈലിയ തനിക്കറിയോ? ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന് 1.5 വർഷം പിന്നിടുമ്പോഴാണ് ഓഗി ദുരന്തം ഉണ്ടായത്. എന്താണ് ഓഗി? തിരുവനന്തപുരത്തിന്റെ, കൊല്ലത്തിന്റെ, ആലപ്പുഴയുടെ, നാഗർകോവിൽ തമിഴ്നാടിന്റെ ആ ഭാഗത്ത് അറബിക്കടലിന്റെ തിരമാലകൾ തെങ്ങോളം ഉയരത്തിൽ വന്നു. തീരത്തെ നക്കി തുടച്ചു കൊണ്ടുപോയി. 145 മനുഷ്യരെ അറബിക്കടലിൽ കൊണ്ടുപോയി. 95 മനുഷ്യരുടെ മൃതശരീരം അറബിക്കടലിൽ തിരിച്ചു തന്നു. 50 പേരുടെ മൃതശരീരം തിരിച്ചു തന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. കടലിൽ കാണാതെ അവരെ മരിച്ചെന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ 7 വർഷം കാത്തിരിക്കണം. അതാ നിയമം. എന്താ കാരണം? ഒന്നുകിൽ അവര് ഉൾക്കടലിലൂടെ പോകുന്ന കപ്പലിൽ കയറി രക്ഷപ്പെടാം, അല്ലെങ്കിൽ കടലിന്റെ തിരമാലകളിൽപ്പെട്ട് മറ്റേതെങ്കിലും തീരത്തണിയാം. എന്നാൽ ഈ ഗവൺമെന്റ് 1 വർഷം കൊണ്ട് അവർ മരിച്ചതായി പ്രഖ്യാപിച്ചു. 145 കുടുംബങ്ങൾക്ക് 20 ലക്ഷം ആദ്യം നൽകി, 5 ലക്ഷം തൊട്ടുപിറകെ നൽകി, 25 ലക്ഷം രൂപ വെച്ച് 145 കുടുംബത്തിന് ധനസഹായം കൊടുത്തു ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി. ഫാത്തിമ തൈലിയ കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് അവസാനിക്കോ? നഷ്ടപ്പെട്ടു പോയ വീടുകൾക്ക് പകരം സ്വപ്നം കാണാൻ കഴിയാത്ത മനോഹരമായ ഫ്ലാറ്റുകൾ ഉണ്ടാക്കി കൊടുത്തു. പോയി നോക്ക് തിരുവനന്തപുരത്തിന്റെ തീരപ്രദേശങ്ങളിൽ, കൊല്ലത്തിന്റെ തീരത്ത്. കഴിഞ്ഞില്ല. ആ മത്സ്യത്തൊഴിലാളികളുടെ മക്കളുണ്ട്, കോളേജിൽ പഠിക്കുന്നവർ, സ്കൂളിൽ പഠിക്കുന്നവർ, നഴ്സറി പഠിക്കുന്നവർ. എന്തിന് പ്രിയപ്പെട്ടവര്? ആ മത്സ്യത്തൊഴിലാളി കടലിൽ പോകുന്ന രാത്രിയിൽ ഒരു പക്ഷേ അവന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ ഒരു ഭ്രൂണം ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഈ ഗവൺമെന്റ് ജനിച്ച കുട്ടികളോട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട്, ജനിക്കാനിരിക്കുന്ന കുട്ടികളുടെ അമ്മമാരോട് പറഞ്ഞു, അവര് സ്വപ്നം കാണട്ടെ പഠിക്കുന്നത്, അവര് സ്വപ്നം കാണട്ടെ, അവര് എന്തിന് പഠിക്കണം, അതിന്റെ പൂർണ്ണ ചെലവ് ഈ ഗവൺമെന്റ്. പോയി നോക്ക്, ഞാൻ കാണിച്ചു തരാം വീഡിയോ. അന്ന് അച്ഛൻ നഷ്ടപ്പെട്ട ഒരു മകള് MBBS പാസ്സായി അമ്മയോടൊപ്പം പുതിയ വീട്ടിലേക്ക് ഇറങ്ങുന്ന വീഡിയോ ഇറങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടില്ല. നിങ്ങൾ പോയി അന്വേഷിക്ക്. നാഗർകോവിലുള്ള തമിഴ്നാടിന്റെ മക്കൾ പറഞ്ഞു, ഞങ്ങളെങ്ങാനും കേരളത്തിലായിരുന്നെങ്കിൽ അങ്ങനെ മോഹിപ്പിക്കുന്ന വലിയ സഹായം അവർക്ക് ചെയ്തു. എന്നിട്ട് ഫാത്തിമ തൈലിയ പ്രസംഗിക്കുക, തിരിഞ്ഞു നോക്കിയോ?